3 kg വെയിറ്റ് വരുന്ന 2 ടയർ കേക്ക് എങ്ങനെയാണ് ഈസി ആയിട്ട് സ്റ്റാക്ക് ചെയ്യാം എന്ന വീഡിയോ ആണ് കേട്ടോ ഇന്ന് കാണിക്കാൻ പോകുന്നത്. 2 ടയർ കേക്ക് ചെയ്യുമ്പോൾ നമ്മൾ കുറച്ചധികം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്കൊരു ടെൻഷനും ഇല്ലാതെ 2 ടയർ കേക്ക് ചെയ്തെടുക്കാൻ പറ്റും. ചോക്കോ ന്യൂട്ടല്ല ഫ്ലേവറിലാണ് ഈ കേക്ക് ചെയ്തിരിക്കുന്നത്. സ്റ്റാക്ക് ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ മുകളിലത്തെ കേക്കിന്റെ വെയിറ്റ് കൊണ്ട് ഒരു ഭാഗത്തേക്ക് ചെരിഞ്ഞു പോകാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ ശരിയായ രീതിയിൽ എങ്ങനെയാണ് 2 ടയർ കേക്ക് സ്റ്റാക്ക് ചെയ്യുന്നത് നമുക്ക് കണ്ടാലോ. അതിനു മുമ്പ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഞാനിവിടെ 7 ഇഞ്ചിൻ്റെയും 5 ഇഞ്ചിൻ്റെയും മോൾഡിലാണ് ബേക്ക് ചെയ്തെടുത്തത്. 3 kg ആയതുകൊണ്ട് 5 ഇഞ്ചിൻ്റെ മോൾഡിൽ 1/2 കിലോയുടെ 2 സ്പോഞ്ചും 7 ഇഞ്ചിൻ്റെ മോൾഡിൽ 1 കിലോയുടെ 2 സ്പോഞ്ചും വെച്ചാണ് ചെയ്തെടുത്തിട്ടുള്ളത്. ചോക്ലേറ്റ് സ്പഞ്ചാണ്. 2 ടയർ കേക്ക് ചെയ്തെടുക്കുമ്പോൾ മുകളിലത്തെ കേക്കും താഴത്തെ കേക്കും തമ്മിൽ ഒരു 2 ഇഞ്ചിൻ്റെയെങ്കിലും ഗ്യാപ്പ് വരണേ. അതായത് മുകളിൽ 5 ഇഞ്ചാണെങ്കിൽ താഴത്തെ കേക്ക് 7 ഇഞ്ച് എടുക്കുക. അപ്പോൾ എല്ലാ സ്പഞ്ചും ഞാൻ 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പാലിൽ മിൽക്ക് മെയ്ഡ് ന്യൂട്ടല്ലയും മിക്സ് ചെയ്തെടുത്താണ് സിറപ്പ് തയ്യാറാക്കിയിട്ടുള്ളത്. ന്യൂട്ടല്ലയും ഡാർക്ക് ചോക്ലേറ്റ് ഗനാഷും ചേർത്ത് ക്രീമും ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കേക്കാണ് കേട്ടോ ഇത്. ഫസ്റ്റ് ലെയർ വെച്ചിട്ട് സിറപ്പ് ഒഴിച്ച് ക്രീം അപ്ലൈ ചെയ്തിട്ട് ന്യൂട്ടല്ല സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് ചോക്കോ ചിപ്സ് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് ലെയറിൽ ക്രീം അപ്ലൈ ചെയ്തിട്ട് ചോക്ലേറ്റ് ഗനാഷാണ് ഫില്ലിങ്ങിൽ ഇട്ട് കൊടുക്കുന്നത്. കുറച്ച് ചോക്കോ ചിപ്സും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ അടുത്ത ലെയർ ന്യൂട്ടല്ല വെച്ചും പിന്നത്തെ ലെയർ ചോക്ലേറ്റ് ഗനാഷ് വെച്ചും ഫില്ല് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാ ലെയറും ഇവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. കേക്കിൻ്റെ സൈഡിൽ ഇതുപോലെ പൊങ്ങിയിരിക്കുന്ന ഭാഗം ഒന്ന് കട്ട് ചെയ്ത് മാറ്റുവാണെങ്കിൽ ഐസിങ് ചെയ്തെടുക്കാൻ എളുപ്പമായിരിക്കും. ഇത് ക്രം കോട്ട് ചെയ്തെടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. ഇതുപോലെ അടുത്ത കേക്കും ഐസിങ് ചെയ്ത് ക്രം കോട്ട് ചെയ്ത് ഫ്രിഡ്ജിൽ വെക്കാം. ടയർ കേക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം 2 കേക്കും നന്നായിട്ടൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റാക്കി എടുക്കണം. പെട്ടെന്നുള്ള ഓർഡറൊക്കെ ആണെങ്കിൽ ഒരു അരമണിക്കൂറെങ്കിലും ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ചെടുക്കണം. തീരെ ടൈമില്ലെങ്കിൽ താഴെ വെക്കുന്ന കേക്കെങ്കിലും ഒന്ന് ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ചെടുക്കാം. അല്ലെങ്കിൽ മേലെ വെക്കുന്ന കേക്കിൻ്റെ വെയിറ്റ് കൊണ്ട് സെറ്റാവാതെ ഇരിക്കുന്ന താഴത്തെ കേക്ക് ഇരുന്ന് പോകാൻ ചാൻസ് ഉണ്ട്. പിന്നെ സൈഡ് പൊട്ടാനും ചെരിഞ്ഞു പോകാനും ഒക്കെ സാധ്യത കൂടുതലാണ്. ഞാനിത് തലേദിവസം തന്നെ ഉണ്ടാക്കി ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെച്ച് നന്നായി സെറ്റാക്കി എടുത്തതാണ് കേട്ടോ. അങ്ങനെ ചെയ്താൽ വലിയ ടെൻഷൻ ഇല്ലാതെ നമുക്ക് കസ്റ്റമർക്ക് കേക്ക് കൊടുത്തു വിടാൻ പറ്റും. ഇനി ഫുൾ ഐസിങ് ചെയ്തെടുക്കുന്നുണ്ട്. മുകളിലത്തെ കേക്കിൽ മേലെ വൈറ്റ് ക്രീമും താഴെ പിങ്ക് കളറുമാണ് വരുന്നത്. ഇതുപോലെ ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി മുകൾ ഭാഗം ഒന്ന് ഷാർപ്പ് എഡ്ജ് ചെയ്തെടുക്കാൻ വേണ്ടി പാലറ്റ് നൈഫ് കൊണ്ട് ഇതുപോലെ ചെയ്ത് കൊടുക്കാം. നല്ല ചൂടുവെള്ളത്തിൽ നൈഫ് മുക്കിയിട്ട് വെള്ളം ഒന്ന് തുടച്ചു മാറ്റിയിട്ട് ഇതുപോലെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല ഷാർപ്പ് എഡ്ജായി കിട്ടും. താഴത്തെ കേക്കിൽ പിങ്ക് കളറും ലൈറ്റ് പർപ്പിൾ കളറും ആണ് വരുന്നത്. അതും ഇതുപോലെ ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് ബേസ് ബോർഡിലേക്ക് മാറ്റി കൊടുക്കാം. 2 കിലോയിൽ കൂടുതലും വെയിറ്റ് വരുന്ന കേക്കൊക്കെ ആണെങ്കിൽ ബേസ് ബോർഡ് നല്ല കട്ടിയുള്ള ബേസ് ബോർഡ് എടുക്കാൻ ശ്രദ്ധിക്കണം. ഇനി 2 ടയർ കേക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതുപോലെ സ്റ്റിക്ക് വെച്ച് കൊടുക്കുന്നതാണ്. നല്ല വെയിറ്റുള്ള കേക്കാണ് മുകളിൽ വെക്കുന്നതെങ്കിൽ നല്ല കട്ടിയുള്ള സ്റ്റിക്ക് തന്നെ താഴെ വെച്ച് കൊടുക്കണം. ഞാനിവിടെ വുഡൻ്റെ സ്റ്റിക്കാണ് വെച്ച് കൊടുക്കുന്നത്. കുറച്ചധികം ദൂരം കൊണ്ടുപോകാനുള്ള കേക്കൊക്കെ ആണെങ്കിൽ 3-4 സ്റ്റിക്ക് കൂടെ വെച്ച് കൊടുത്താൽ നല്ല സേഫായിട്ട് ഇരുന്നോളും. സ്റ്റിക്ക് വെച്ച് കൊടുത്ത ശേഷം മുകളിലത്തെ ടയർ വെച്ച് കൊടുക്കാം. ഇത് ബേസിൽ നിന്ന് ഒറ്റയടിക്ക് എടുക്കരുത് കേട്ടോ. ഇതുപോലെ നൈഫ് വെച്ച് സൈഡ് മൊത്തം ഒന്ന് ഇളക്കി കൊടുത്തിട്ട് വേണം പൊക്കിയെടുക്കാൻ. എന്നിട്ട് ഒരു സ്റ്റിക്ക് കൂടെ നടുക്ക് വെച്ച് ഒന്ന് ബാലൻസ് ചെയ്ത് പിടിക്കാം. എന്നിട്ട് പതുക്കെ കേക്കിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം. കേക്കിൻ്റെ നടുക്ക് തന്നെയാണോ വെക്കുന്നത് എന്നൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് പതുക്കെ വന്ന് വെച്ച് കൊടുക്കാം കേട്ടോ. പതുക്കെ വെച്ച ശേഷം മുകളിൽ വെച്ച സ്റ്റിക്ക് കൊണ്ട് സൈഡ് ഒന്ന് പൊക്കി കൊടുത്ത ശേഷം നൈഫ് സൈഡിലൊന്നും തട്ടാതെ പതിയെ പൊക്കിയെടുക്കാം. ഇനി 2 കേക്കും കൂടെ സെറ്റായിട്ടിരിക്കാൻ വേണ്ടി വലിയ ഒരു സ്റ്റിക്ക് നടുക്കൂടെ കയറ്റി കൊടുക്കാം. വേണമെങ്കിൽ 2 സ്റ്റിക്കൊക്കെ വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ കുറച്ചുകൂടെ സേഫായിട്ട് ഇരുന്നോളും. പിന്നെ കസ്റ്റമറോട് നമ്മൾ പ്രത്യേകം പറയണം, കേക്ക് ചെരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ട് ശ്രദ്ധിച്ച് കൊണ്ടുപോകണം, ചരിച്ച് പിടിക്കരുത് എന്നൊക്കെ നമ്മളൊന്ന് പറഞ്ഞു കൊടുക്കണം. കസ്റ്റമർക്ക് അതിനെക്കുറിച്ച് അറിവുണ്ടാവില്ലല്ലോ. അതുകൊണ്ട് നമ്മളൊന്ന് അവരുടെ അടുത്ത് കൂടെ ഒന്ന് പറഞ്ഞു കൊടുക്കണം. നമ്മൾ ചെയ്യാനുള്ളത് നമ്മൾ ചെയ്യുക, ബാക്കിയെല്ലാം കസ്റ്റമറിൻ്റെ കയ്യിലാണ്. പിന്നെ നമ്മൾ കേക്ക് കൊടുക്കുന്നതിന് മുമ്പ് ഒരു 2-3 മണിക്കൂർ മുമ്പ് സ്റ്റാക്ക് ചെയ്യുന്നതായിരിക്കും നല്ലത് കേട്ടോ. 1.5 കിലോയുടെ കേക്കൊക്കെ ആണെങ്കിൽ തലേദിവസം തന്നെ സ്റ്റാക്ക് ചെയ്ത് വെച്ചാൽ വലിയ കുഴപ്പം വരാനില്ല. 2 കിലോയോ അതിൽ കൂടുതലോ വെയിറ്റ് വരുന്ന കേക്കൊക്കെ ആണെങ്കിൽ തലേദിവസം നമ്മൾ സ്റ്റാക്ക് ചെയ്ത് അത്രയും സമയം
ഒരു കേക്കിൻ്റെ മുകളിൽ വെയിറ്റുള്ള മറ്റേ കേക്ക് ഇരിക്കുമ്പോൾ താഴത്തെ കേക്ക് ഒന്ന് ഇരുന്ന് പോകാനും സൈഡൊക്കെ ക്രാക്ക് വീഴാനും ഒക്കെ ചാൻസ് കൂടുതലാണേ. അതുകൊണ്ട് ആ കാര്യം കൂടി ഒന്ന് ശ്രദ്ധിക്കണം. കസ്റ്റമർ ഒരു ടൈം പറയുമല്ലോ, ആ ടൈമിന് ഒരു 1-2 മണിക്കൂർ മുമ്പ് നമ്മൾ സ്റ്റാക്ക് ചെയ്ത് കൊടുത്താൽ മതി. ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ തന്നെ ഒരു ടെൻഷനും ഇല്ലാതെ നമുക്ക് 2 ടയർ കേക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതാണ് 2 ടയർ കേക്ക് സ്റ്റാക്ക് ചെയ്യുന്നതിന് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ കസ്റ്റമറിൻ്റെ അടുത്ത് പറയാൻ മറക്കരുത്, ബാക്കിയെല്ലാം കസ്റ്റമറിൻ്റെ കയ്യിലാണ്. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത് ഇതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ.